22,000-ലധികം സാധാരണക്കാർ ഗസയിൽ മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്കുകൾ. ഇനിയും ആക്രമണം രൂക്ഷമാകുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ഇസ്രായേലിനെതിരെയും ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസ്. ഹമാസ് ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ തലവനെ ലെബനനിൽ വധിച്ചതിന് അതിശക്തമായ മറുപടി കൊടുക്കുമെന്നാണ്. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ഹമാസ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ഇതോടനുബന്ധിച്ച് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം തകർത്തു എന്നുള്ളതാണ്. IDF ട്രൂപ്പുകൾക്ക് നേരെ അൽഗസാം ബ്രിഗേഡ് ജബലിയ അൽ ബദലിൽ നടത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ IDF അതിശക്തമായ തിരിച്ചടികൾ ഗസയിൽ നേരിടുന്നു എന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണമാണ് എന്ന് മാത്രമല്ല, ഗസയിലെ ഓപ്പറേഷനുകൾ, കരയുദ്ധ ഓപ്പറേഷനുകൾ നിയന്ത്രിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രം തകർത്തു തരിപ്പണമാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് അൽഗസാം ബ്രിഗേഡ് പറയുന്നത്.